വെൽക്കം ടു ഫീനാസ് കിച്ചൻ. നല്ലൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കറിക്ക് വേണ്ടി 10 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചിയും 6-7 വെളുത്തുള്ളിയും പൊടിയായി അരിയണം. 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മീഡിയം വലുപ്പത്തിലുള്ള 1/2 കിലോ ചെമ്മീനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെമ്മീൻ വെച്ചും കറി ഉണ്ടാക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർത്ത് എല്ലാം ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിയട്ടെ. 1 മിനിറ്റ് നേരം ഇതുപോലെ വഴറ്റി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 പച്ചമുളകും കൂടി ഈ സമയത്ത് ചേർത്തി കൊടുത്ത് എല്ലാം ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇനി ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ചേർത്ത് ഒന്ന് വാടി കിട്ടാൻ 1 മിനിറ്റ് നേരം കൂടി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ചെറിയ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഈ സമയത്ത് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നേരം കൂടി തക്കാളി വേവാൻ ഇതുപോലെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടാൽ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഈ കറിക്ക് ആവശ്യമായ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നോക്കിയിട്ട് പോരെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ച ചെമ്മീൻ വേവാനായി ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഇതുപോലെ ഒഴിച്ച് ചെമ്മീനെല്ലാം ഇതിലേക്കിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം കൂടി വേവിക്കണം. ചെറിയ ചെമ്മീനാണെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ വേവിച്ചാൽ മതിയാകും കേട്ടോ. ഇതിപ്പോൾ ഞാൻ വലിയ ചെമ്മീനായതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് സ്റ്റൗ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ചെമ്മീനും ചെറിയുള്ളിയും തക്കാളിയെല്ലാം കൂടി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 1 കപ്പ് കട്ടിപ്പാൽ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഇതൊന്ന് ഒരു 10 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം. ഇനി ഈ സമയത്ത് ഒരു 2 കഷ്ണം കഴുകി വെച്ച കുടംപുളിയും കൂടി ചേർത്ത് സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിലിട്ട് പാൻ ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം കൂടി നമുക്ക് ഈ ചെമ്മീനൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ചാറൊക്കെ ഒന്ന് കുറുകി നല്ല തേങ്ങാപ്പാലിൻ്റെയും ചെമ്മീൻ്റെയും മസാലയുടെയൊക്കെ മണം നന്നായി വരുന്നുണ്ട്. ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഈ ചെമ്മീൻ കറി ചോറിൻ്റെയും അപ്പത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.